പേര് ഫضൽ വടായനിക്കോട് വണ്ടൂരെടുത്ത്. എൻ്റെ ചോദ്യം, മുജാഹിദ് മൗലവി ബാലുശ്ശേരിയുടെ പ്രഭാഷണത്തിൽ മുസ്ലിയാക്കന്മാർ പഠിപ്പിക്കുന്ന മദ്രസ വിദ്യാർത്ഥികളെ കഴുത്ത് ഞെക്കിക്കൊല്ലണമെന്ന് അദ്ദേഹം പ്രസംഗിച്ചത് കേട്ടിട്ടുണ്ട്. അദ്ദേഹം സ്റ്റേജിലുണ്ട്, അദ്ദേഹത്തോട് ചോദിക്കുക, അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലുള്ള ഭാഗമാണ്. ആ കഴുത്ത് ഞെക്കിക്കൊല്ലണം, പ്രത്യേകിച്ചും ഈ മദ്രസകളെ കുറിച്ച് മറുവിഭാഗങ്ങളും തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു സാഹചര്യത്തിൽ ഒരു മാപ്പിള തറവാട്ടിൽ പിറന്ന ഒരു മനുഷ്യൻ ഈ മുസ്ലിയാക്കന്മാർ പഠിപ്പിക്കുന്ന മദ്രസയിലെ വിദ്യാർത്ഥിയെ കഴുത്തി നെക്കിക്കൊല്ലണം എന്ന് പറഞ്ഞത് ഭീകരവാദമല്ലേ? അത്തരം ഭീകരവാദികൾക്ക് എങ്ങനെ ഭീകരവാദത്തിനെതിരെ ഒരു സംവാദം നടത്താൻ സാധിക്കും? ശരി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സഹോദരങ്ങളെ, നമ്മുടെ പല സംവാദ വേദികളിലും പ്രത്യക്ഷപ്പെടാറുള്ള ഒരു മാന്യ സഹോദരനാണ് ഇവിടെ ഇപ്പോൾ വന്ന് ചോദ്യം ചോദിച്ചിട്ടുള്ളത്. എം അക്ബർ സാഹിബിന്റെ പെരിന്തൽമണ്ണ സംവാദത്തിലും വൈകാരികമായി ചോദ്യം ചോദിച്ചിട്ടുള്ള ആളാണ് ഇപ്പം നമ്മളോട് ചോദിച്ചിട്ടുള്ള ഫضൽ. എന്നെക്കുറിച്ചും അദ്ദേഹത്തിന് മാത്രമല്ല അല്ലാത്ത ചില ആളുകൾക്കും ചില സംശയങ്ങളുണ്ടാവും. സമാപന പ്രസംഗം നടത്തേണ്ട ആളാണ് ഞാൻ. പക്ഷെ ഞാനുമായി ബന്ധപ്പെട്ട ഒരു വലിയ തെറ്റിദ്ധാരണ, ആ തെറ്റിദ്ധാരണ ജനിപ്പിച്ചുകൊണ്ട് ജീവിക്കുക എന്ന പുരോഹിതന്മാരുടെ തന്ത്രത്തിൽ അകപ്പെട്ടുപോയ ചില ആളുകൾ, അതിന്റെ പശ്ചാത്തലം അറിയാത്ത മുജാഹിദുകളും ഉണ്ടാവും ഈ കൂട്ടത്തിൽ. സുന്നി മദ്രസ പഠിക്കുന്ന കുട്ടികളെ കഴുത്തിയിരിക്കണം എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു തീവ്രവാദമാണല്ലോ, അത് വല്ലാത്തൊരു ഭീകരവാദമാണല്ലോ. ഭീകരവാദത്തിനെതിരെ ജീവാർപ്പണം ചെയ്ത ഒരു പ്രസ്ഥാനത്തിന്റെ മെമ്പർ സുന്നി മദ്രസ പഠിക്കുന്ന കുട്ടികളുടെ കഴുത്തും മുരുണ്ടെന്ന് പറഞ്ഞാൽ ആദ്യം മുരുണ്ടേണ്ട ആള് ഞാനാണല്ലോ. എത്രയോ സുന്നി കുട്ടികളെ കഴുത്തും മുരുണ്ടയുമാണല്ലോ. അപ്പൊ ഞാൻ ജയിലിൽ പോകേണ്ട ആളുമാണ്. അങ്ങനെ ഒരു വാചകം ഒരു പ്രസംഗത്തിൽ ഒരാൾ പറയോ? ഒന്നാമതായി നമ്മൾ ചിന്തിക്കാം, എന്താണ് അവിടെ സംഭവം? ആ സംഭവത്തിന്റെ അപ്പുറവും ഇപ്പുറവും കേൾക്കാൻ സന്നദ്ധത കാണിച്ച ഒരു പ്രശ്നമില്ല. പിന്നെ 2.5 മണിക്കൂർ 3 മണിക്കൂർ നടക്കുന്ന ഒരു പ്രസംഗത്തിലെ ഒരു സെക്കൻഡിലെ വാചകം അതെങ്ങനെയും തെറ്റിദ്ധരിപ്പിക്കാലായിരിക്കും. 2.5 മണിക്കൂർ പ്രസംഗിച്ച നാട്ടുകാർ എന്നെ വെറുതെ വിട്ടോ? ആ വിട്ടു. ആ നാട്ടുകാർക്ക് ആരെങ്കിലും ആക്ഷേപമുണ്ടോ? ഇല്ല. എന്തേ? ഞാൻ തുടങ്ങിയ മുതൽ ഒടുങ്ങുന്നവരെ കേട്ടവരാ. മുസ്ലിയാക്കന്മാരെ പോലെ ക്ലിപ്പിങ്ങിന് വേണ്ടി ഒരു കൂട്ടരെ ഏൽപ്പിച്ച് അവർ കട്ട് ചെയ്ത് കൊടുത്ത് മാത്രം ഒരപ്പുറപ്പുറം കേട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ എന്താണ് ആ സംഭവം എന്ന് വിശദീകരിക്കാൻ അള്ളാഹു എനിക്കൊരു അവസരം തന്നു ഞാൻ വിചാരിക്കുകയാണ്. കേരളം മുഴുവനും അത് ഇളക്കി മറിച്ചുകൊണ്ട് ഇന്നലെയും ഇട്ടു. കോഴിക്കോട് ജില്ലയിൽ പല സ്ഥലങ്ങളിൽ അത് ഇടുന്നുണ്ട്. എന്താണ് അതിന്റെ സംഭവം? നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വളാഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്തിനടുത്ത് അത്തിപ്പറ്റ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഞാൻ പ്രസംഗിച്ചു. ആ പ്രസംഗത്തിൽ സുന്നികൾ സ്റ്റേജ് കയ്യേറി എന്നെ കൊല്ലാനാണ് വന്നത്. എന്റെ ഉടുമുണ്ടുരിഞ്ഞു, അതുപോലെയുള്ള പണികളൊക്കെ അവർ ചെയ്തു. ആ സന്ദർഭത്തിൽ ഒരു മുസ്ലിയാരെ പോലീസ് പിടിച്ചു. ഒരു മുസ്ലിയാരായിരുന്നു നേതൃത്വം നൽകിയിരുന്നത്. ആ മുസ്ലിയാര് പുത്തനത്താണിയിലെ 10ാം ക്ലാസ് വരെയുള്ള സുന്നി മദ്രസയിലെ സദർ മുദരീസാണ്. ജീപ്പിൽ കയറി വളാഞ്ചേരിയിലെ പോലീസ് സ്റ്റേഷനിൽ എത്തുന്നതിന് മുമ്പ് ഞാൻ എന്റെ ജീവിതത്തിൽ കേൾക്കാത്ത തെറി ഈ മുസ്ലിയാര് പോലീസുകാരനോട് SI-നോടും ഡേസിന്റെ മോനെ എന്ന് കൂട്ടി ഇങ്ങനെ പറയും. എനിക്ക് ജീവിതത്തിൽ ഇങ്ങനെ ഒരു മാനസികമായ പ്രയാസം ഒരു കാലത്തും നേരിട്ടിട്ടില്ല. എന്റെ മനസ്സ് വളരെ അസ്വസ്ഥമായിരുന്നു. അങ്ങനെ നിങ്ങൾക്ക് ഇന്നും വളാഞ്ചേരിയിൽ ചെന്ന് വളാഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ എന്റെ പേരും എഴുതി അഡ്രസ് എഴുതി വെച്ചിട്ടുണ്ട്, ഈ മുസ്ലിയാരെ പേര് എഴുതി അഡ്രസ് വെച്ചിട്ടുണ്ട്. ഞങ്ങൾ 2 പേരെ അവിടെ ചെന്നു. പോലീസുകാരെ അനവധി തവണ പറഞ്ഞു മിണ്ടാതിരിക്കും, സംസാരിക്കല്ലേ. അപ്പൊ ഇയാൾ പറഞ്ഞൊരു വാചകം, ഞങ്ങളുടെ നേതാവിന്റെ മഹത്വം കൊണ്ടാണ് ഞങ്ങൾ അധികാരത്തിലേറിയത്, ഞങ്ങൾ വിചാരിച്ചിട്ട് ഞങ്ങൾ അധികാരത്തിൽ ഭരിക്കുന്നത് എന്ന് വരെ ഇയാൾ പറഞ്ഞു. ആ സന്ദർഭത്തിൽ ഇയാളോട് പോലീസുകാരൻ ഡീറ്റെയിൽ എഴുതാൻ വേണ്ടി ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു, ഞാൻ പുത്തനത്താണിയിലെ മദ്രസയിൽ 10ാം ക്ലാസ് വരെ പഠിപ്പിക്കുന്ന സദറാണ്. ഈ സന്ദർഭത്തിൽ ഞാൻ ആ മുസ്ലിയാരോട് പറഞ്ഞു, അങ്ങനെയാണോ? എന്നാ നിങ്ങൾ 10ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികളുണ്ടല്ലോ, അവരെ കാര്യം കഷ്ടമാണ്. ഒരുപാട് തോന്നിവാസം പഠിപ്പിച്ച് അത് ആവർത്തിച്ച് ചൊല്ലി പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ നേതാക്കന്മാരോട് വരെ പച്ച തോന്നിയാസം പറഞ്ഞ് സംസാരിച്ച നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ പഠിപ്പിക്കുന്ന കുട്ടികളുടെ അവസ്ഥ എന്തായിരിക്കും? ആ സന്ദർഭത്തിന് ശേഷം അതിന്റെ തൊട്ടടുത്ത് നടന്ന ഒരു പരിപാടിയിൽ, ഒരു പ്രോഗ്രാമിൽ, അതുപോലെ തന്നെ കാസർഗോഡ് നടന്ന ഒരു പ്രോഗ്രാമിലും മുസ്ലിം സമൂഹത്തിന്റെ അൽ ഉലമാഉ ശർറു മൻ തഹ്ത അദീമിസ് സമാ എന്ന പ്രവാചക തിരുമേനിയുടെ വചനമനുസരിച്ച് വിശദീകരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എന്റെ പ്രിയപ്പെട്ട സുന്നി സഹോദരങ്ങളെ, ആ വാചകം എങ്ങനെയാണ്? എന്റെ പ്രിയപ്പെട്ട സുന്നി സഹോദരങ്ങളെ, നിങ്ങളുടെ കുട്ടികൾ പുത്തനത്താണിയിൽ പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞു, അയാള് പഠിപ്പിക്കുന്ന ആ മുസ്ലിയാര് പഠിപ്പിക്കുന്ന മദ്രസയിൽ നിങ്ങളുടെ കുട്ടികളെ പഠിപ്പിക്കുന്നതിനേക്കാൾ നല്ലത്
ചട്ടമ്പികളും തോന്നിവാസികളും തമ്മാടികളുമായി ഒരു സമൂഹത്തെ അയാൾ വളർത്തെടുക്കും. കാരണം അയാളിൽ നിന്നുണ്ടായ പ്രകടനം അതാണ്. എനിക്ക് നന്നായി വിഷമമുണ്ടായി. ഈ സ്വഭാവം മുസ്ലിം സമൂഹത്തെ ഇത്തരത്തിലെ ആളുകളുടെ മുമ്പിൽ അപമാനിക്കുന്ന പെരുമാറ്റം ഒരു പണ്ഡിതന്റെ ഭാഗത്തുണ്ടായപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, ജനങ്ങളെ, ആ മദ്രസയിൽ നിങ്ങൾ കുട്ടികളെ പഠിപ്പിച്ചാൽ ഈ ജാതി സ്വഭാവമുള്ള കുട്ടികളാ വരിക. നിങ്ങളുടെ മക്കൾ നരകത്തിന്റെ അവകാശികളായി തീരും. നിങ്ങളുടെ മക്കൾ നാട്ടിൽ യാതൊരു സമാധാനമില്ലാത്തവരായി തീരും. അതുകൊണ്ട് ഹളർ അലൈഹിസ്സലാം ഒരു കുഞ്ഞിന്റെ കഴുത്തുമുരണ്ടി കൊന്ന സംഭവം പറയുന്നുണ്ട് ഇസ്ലാമിൽ. അവിടെ എന്തായിരുന്നു അതിന്റെ വിശദാംശം? ആ വിശദാംശം പറഞ്ഞുകൊണ്ട് ഞാൻ പറയാണ്, ആ കുഞ്ഞു കാരണം മാതാപിതാക്കളും നരകത്ത് പോകാൻ പാടില്ല, ആ കുട്ടികളും പോകാൻ പാടില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട സുന്നി സഹോദരങ്ങളെ, നിങ്ങൾ നിങ്ങളെ മക്കളെ സ്നേഹിക്കുന്നുവെങ്കിൽ അവരെ നിങ്ങളുടെ കൈകൊണ്ട് മുരണ്ടിക്കൊല്ലലാണ് നിങ്ങൾക്ക് നല്ലത് ഇയാൾ പഠിപ്പിക്കുന്നതിനേക്കാൾ എന്ന് ഞാൻ വിശദീകരിക്കുകയുണ്ടായി. ആ വിശദീകരണത്തിന്റെ എല്ലാ വശങ്ങളും കേട്ടാൽ സുന്നി മദ്രസ പഠിക്കുന്ന കുട്ടികളെ കഴുത്തു മുരണമെന്നല്ല പറഞ്ഞത്. ചരിത്രപരമായ സംഭവങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടും ഈ നിലക്കുള്ള ഒരു സമൂഹം ഇവിടെ വളർന്നു വരാൻ പാടില്ല എന്നതുകൊണ്ടും മുസ്ലിം സമൂഹം ഉന്നതമായ ഒരു സംസ്കാരത്തിന്റെ ഉടമകളായി തീരേണ്ടതുണ്ട് എന്നതുകൊണ്ടും ആ സംഭവത്തിന്റെ പൂർണ്ണരൂപം ഇനി കേസറ്റ് അറിയാത്തവർക്ക് ഉണരുക യുവാക്കളെ എന്ന കേസറ്റിലാണ് ആ ഭാഗമുള്ളത്. ഉണരുക യുവാക്കളെ വിപ്ലവത്തിനായി എന്ന എന്റെ പ്രഭാഷണ കേസറ്റിലാണതുള്ളത്. അങ്ങനെ അവരെ ഉദ്ധരിക്കുന്ന എല്ലാ കേസറ്റുകളും നമ്മുടെ കൈവശമുള്ളതാണ്. ഈ ജാതി തെറ്റിദ്ധരിപ്പിക്കൽ കൊണ്ട് തൽക്കാലം ആളുകളെ സംശയാസ്പദമായി നിലനിർത്താൻ കഴിയുമെന്നല്ലാതെ അള്ളാഹുവിന്റെ മുമ്പിൽ രക്ഷപ്പെടാൻ കഴിയില്ല. അപ്പുറവും ഉപ്പുറവും നിങ്ങൾ കട്ട് ചെയ്യുമ്പോൾ ആ രംഗം കൃത്യമായി രേഖപ്പെടുത്തുന്ന മലക്കുകളുടെ സാന്നിധ്യത്തിലാണ് നിങ്ങൾ ഉള്ളത്. അള്ളാഹുവിന്റെ കോടതിയിൽ നിങ്ങൾ മടങ്ങിച്ചെല്ലും. അതുപോലെ തന്നെ അള്ളാഹുവിലേക്ക് മടങ്ങിപ്പോകുന്ന ഒരു ദിവസമുണ്ട്. അവിടെ ഈ റെക്കോർഡ് വരും. ഒരു വാക്കും നിങ്ങൾ ഉച്ചരിക്കുകയില്ല. ആ വാക്കുകളെല്ലാം റബ്ബിന്റെ ഉന്നതന്മാരായ മലക്കുകൾ അത് എഴുതി രേഖപ്പെടുത്തിയിട്ടല്ലാതെ കിറാമൻ കാത്തിബീൻ ആ ഒരു ദിവസത്തെ, അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന ദിവസത്തെ പേടിക്കുന്നുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ട പണ്ഡിതന്മാരെ, നിങ്ങൾ ചെയ്യുന്ന അപ്പുറവും ഇപ്പുറവും കട്ട് ചെയ്ത് നേരെ വിപരീത ആശയം ഉണ്ടാക്കുന്ന വർത്തമാനങ്ങൾ നിങ്ങൾ സൂചിപ്പിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഇഹലോകം ഒരുപക്ഷെ ബാസുരമായേക്കാം, പരലോകം അതെന്തുമാത്രം ഭയാനകരമായിരിക്കും എന്നതിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക എന്ന് മാത്രമാണ് എനിക്കതിനെ സംബന്ധിച്ച് സൂചിപ്പിക്കാനുള്ളത്. അപ്പോ വിഷയം വളരെ എളുപ്പം മനസ്സിലാകുന്ന വിധത്തിൽ വിശദീകരിക്കപ്പെട്ടു കഴിഞ്ഞു. വളാഞ്ചേരി എന്ന് പറയുന്ന പ്രദേശം നമുക്കൊക്കെ പരിചയമുള്ളതാണ്. ആ പ്രദേശത്തെ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ആ മുസ്ലിയാർ ആരാണെന്നും അദ്ദേഹം പറഞ്ഞത് എന്താണെന്നും സുന്നിയും മുജാഹിദുമല്ലാത്ത അവിടുത്തെ മുസ്ലിം പോലീസുകാരോട് ചോദിച്ചാൽ മതി. വളരെ ഏറ്റവും ചീപ്പായി ഡാഷിന്റെ മോനെ എന്ന് സ്റ്റേഷനിൽ നിന്നും വണ്ടിയിൽ നിന്നുമൊക്കെ മുജാഹിദ് ബാലുശ്ശേരിയെ വിളിച്ചപ്പോ, മാത്രമല്ല അയാളുടെ ഡീറ്റെയിൽ ചോദിക്കുമ്പോ 10ാം ക്ലാസ് വരെ പഠിപ്പിക്കുന്ന ഒരു മദ്രസയിലെ പ്രധാന അധ്യാപകനാണെന്ന് പറയുമ്പോ നിങ്ങൾ പഠിപ്പിക്കുന്ന ആ കുട്ടികളുടെ കഥ പോക്കാണ്. കാരണം ലോകത്തിൽ അറിയപ്പെടുന്ന ഏറ്റവും വലിയ ഗുണ്ടകളായി ആ കുട്ടികൾ മാറും. നിങ്ങളുടെ നാവിൽ നിന്ന് പുറത്തു വരുന്ന വാക്ക് ഇത്രയും മോശമാണ്. അതുകൊണ്ടാണ് അയാള് പഠിപ്പിക്കുന്നതിനേക്കാൾ നല്ലത് ആ കുട്ടികളെ കഴുത്ത് ഞെരിച്ച് കൊല്ലലാണ്. ആര്? രക്ഷിതാക്കളുടെ പറയുന്നത്. ഗൗരവം മനസ്സിലാക്കാൻ അയാളത്തേക്ക് നിങ്ങളെ മക്കളെ പഠിക്കാൻ പറഞ്ഞേക്കണ്ട, ഒരു കൾച്ചർ കിട്ടുമെന്ന് നിങ്ങൾ വിചാരിക്കണ്ട, ഒരു സംസ്കാരം അയാളത്ത് കിട്ടുമെന്ന് വിചാരിക്കണ്ട എന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്താനാണ് അദ്ദേഹം സംസാരിക്കേണ്ടി വന്നത്. അദ്ദേഹം അത് ആ ചീത്ത കേട്ട് അനുഭവത്തിലൂടെ കേട്ട് മനസ്സിലാക്കിയതാണ് അല്ലേ? അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ആ വേദന, ഈ മുസ്ലിയാക്കന്മാരുടെ അവസ്ഥ ഇങ്ങനെയായി പോയല്ലോ എന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി സംസാരിച്ചതാണ്. ആ ഭാഗത്ത് നിന്ന് ആ നമ്മുടെ കുട്ടികളുടെ കഴുത്ത് ഞെരിച്ച് കൊല്ലണമെന്നത് മാത്രം മുറിച്ചെടുത്തു. ഇതാണ് സുഹൈൽ മുസ്ലിയാർ കാണിച്ച കളവ്, ശുദ്ധ തട്ടിപ്പ്. മുജാഹിദ് ബാലുശ്ശേരി ചോദിക്കുന്നുണ്ട്, ഇൻഷാ അല്ലാഹ് അത് ഞാൻ അയാളുടെ ശബ്ദത്തിൽ തന്നെ പിന്നെ കേൾപ്പിക്കാം ഇൻഷാ അല്ലാഹ്. പിന്നൊരു പരാതി, അദ്ദേഹത്തിന്റെ പരാതികൾ തീർക്കുകയാണ്. ഇതെന്താണ്? മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞു, എന്ത്? സുബഹിയിലെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഖുനൂത്ത്, നമസ്കാരത്തിന് ശേഷമുള്ള കൂട്ടുപ്രാർത്ഥന, അത് വ്യഭിചാരത്തെക്കാൾ വലിയ പാപമാണ് എന്ന് പറഞ്ഞു. അവിടെ അദ്ദേഹം എവിടെയാണ് കോടിയൊക്കെ പ്രഖ്യാപിക്കുന്നത്? സുഫിയാൻ സൗരി അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. സുഫിയാൻ സൗരി പറയുന്നത് കൃത്യമായി എത്രയോ സ്റ്റേജുകളിൽ നമ്മൾ വിശദീകരിച്ചു കൊടുത്തതാണ്. അതായത് ബിദ്അത്തിന്റെ ഗൗരവം ബോധ്യപ്പെടുത്താൻ, ബിദ്അത്തിന്റെ കാര്യം ബോധ്യപ്പെടുത്താൻ. ഒരു ബിദ്അത്ത് ചെയ്യുമ്പോ, നമസ്കാര ശേഷമുള്ള കൂട്ടുപ്രാർത്ഥന എന്ന ബിദ്അത്ത് നടത്തുമ്പോ ഒരൊറ്റ മുസ്ലിങ്ങളും വിചാരിക്കുന്നില്ല ഞാൻ ഈ ചെയ്യുന്നത് തെറ്റാണ് എന്ന്. അങ്ങനെയാണെങ്കിൽ ചെയ്യൂലല്ലോ.
ഞാൻ ഈ ചെയ്യുന്നത് തിന്മയാണ് എന്നറിഞ്ഞിട്ടല്ല ഒരൊറ്റ മുസൽമാനും അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നബിദിനാഘോഷം നടത്തിക്കൊണ്ടിരിക്കുമ്പോ അത് റോഡിലിറങ്ങി ദഫുമുട്ടും കോൽക്കളിയും നടത്തുമ്പോ റോഡ് ബ്ലോക്ക് ആക്കുമ്പോ ആംബുലൻസ് വന്ന് പിറകിൽ ചീറിക്കിടക്കുമ്പോ ഒച്ചപ്പാടുണ്ടാക്കി വന്ന് കിടക്കുന്ന സമയത്ത് പതുക്കെ പതുക്കെ മാറിക്കൊടുത്ത് ഒരു ചെറിയ ബ്ലോക്കിലൂടെ സാവകാശം കടന്നു പോകുന്ന ഒരു ആംബുലൻസ് അങ്ങനെ രംഗമുണ്ടാക്കിയത് മുസ്ലിങ്ങൾ വിചാരിക്കുന്ന ഒരു ത്യാഗമാണ് എന്നാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ പേരിൽ ഞങ്ങൾ നടത്തുന്ന ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിക്കുന്നതിന്റെ ആ സന്തോഷത്തിൽ ഞങ്ങൾ ചെയ്യുന്ന ഒരു ത്യാഗമാണ്, കൂലി കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് മുസ്ലിങ്ങൾ അങ്ങനെ കുട്ടികളെ റോട്ടിലിറക്കി കോൽക്കളിയും ദഫ്മുട്ടൊക്കെ നടത്താൻ ആഗ്രഹിച്ചത്. അതല്ലാതെ ഇതൊരു തിന്മയാണെന്ന് അറിഞ്ഞിട്ടില്ല. പിന്നെയോ കള്ളു കുടിച്ചു പോയാൽ, വ്യഭിചരിച്ചു പോയാൽ ആ മനുഷ്യന്റെ മനസ്സിലൊരു കുത്തുണ്ടാകും. ഞാൻ ഈ ചെയ്തത് മോശമായി പോയി, ഞാൻ ആ ചെയ്തത് തെറ്റായി പോയി, മാറി ചിന്തിക്കണം, അള്ളാഹുവിനോട് മാപ്പ് ചോദിക്കണം എന്നാ മനുഷ്യന്റെ മനസ്സിലേക്ക് കയറി വരും. ബിദ്അത്ത് ചെയ്യുന്നവൻ അങ്ങനെ ഒരു ചിന്തയുണ്ടാകില്ല. കാരണം ബിദ്അത്ത് ചെയ്യുന്നവന്റെ മനസ്സിൽ ഞാൻ ഈ ചെയ്യുന്നത് തെറ്റാണ് എന്നൊരിക്കലും തോന്നുകയില്ല. മറിച്ചോ കള്ളു കുടിക്കുന്നവന്റെ മനസ്സിൽ, വ്യഭിചരിച്ചവന്റെ മനസ്സിൽ അബദ്ധമായി പോയി എന്നൊരു തോന്നലുണ്ടാകും. അപ്പോൾ ബിദ്അത്ത് ചെയ്ത് അവസാനം അള്ളാഹുവിന്റെ സ്വർഗ്ഗം നഷ്ടപ്പെടുന്ന ഒരു ദുർഗതിയിലേക്ക് മുസൽമാനായ മനുഷ്യന്മാർ മാറിപ്പോകുമ്പോ അത് ഈ കാണുന്ന തിന്മകളെക്കാൾ വലുതാണ് എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ് ബാലുശ്ശേരി ചെയ്തിട്ടുള്ളത്. അദ്ദേഹം നടത്തിയ ഒരു ഖുത്ബയിൽ പരാമർശിക്കപ്പെട്ട ഭാഗമാണ് അത്. അതാണ് ആ വിഷയത്തെക്കുറിച്ച് പറയാനുള്ളത്. അദ്ദേഹം ഇവിടെ ഇട്ടതും അതിന്റെ യഥാർത്ഥ രൂപവും ഇൻഷാ അല്ലാഹ് നിങ്ങളെ കേൾപ്പിക്കും. ആദ്യം അദ്ദേഹം കാണിച്ചു കൊടുത്ത ഭാഗം കേൾപ്പിക്കും. മുജാഹിദ് ബാലുശ്ശേരി നേരത്തെ നമ്മൾ പറഞ്ഞോയോ? മുജാഹിദ് ബാലുശ്ശേരി നമ്മൾ കൈവെക്കാത്ത ഏത്? ആ മൗലവി പറയാണ്, വ്യഭിചാരത്തെക്കാളും കഷ്ടമാണ് കൂട്ടുപ്രാർത്ഥന. ഒരുത്തൻ വ്യഭിചരിക്കുന്നതിനെക്കാട്ടി നല്ലത്, ഒരുത്തൻ കൂട്ടുപ്രാർത്ഥന നടത്തുന്നതിനെക്കാട്ടി നല്ലത് വ്യഭിചരിക്കലാണ്. അദ്ദേഹം പറയാണ്. സുബ്ഹാനല്ലാഹ്. മുജാഹിദ് ബാലുശ്ശേരി പറയട്ടെ, ഒരു തിന്മ ഒരാൾ വ്യഭിചരിക്കുന്നതിനേക്കാൾ, ഒരാൾ മദ്യപിക്കുന്നതിനേക്കാൾ, ഒരാൾ പലിശ കൊടുക്കുന്നതിനേക്കാൾ, ഒരാള് ഈ നിരക്ക് അധർമ്മം പ്രവർത്തിക്കുന്നതിനേക്കാൾ, അളവിലും ദുഃഖത്തിലും കൃത്രിമം പ്രവർത്തിക്കുന്നതിനേക്കാൾ പിശാചിന് ഏറ്റവും ഇഷ്ടം നമസ്കാരത്തിന് ശേഷമുള്ള കൂട്ടപ്രാർത്ഥനയാകുന്ന ബിദ്അത്ത്, സുബഹിക്ക് ശേഷമുള്ള കുനൂത്താകുന്ന ബിദ്അത്ത്, സുബഹിക്ക് ശേഷം കൂട്ടപ്രാർത്ഥനയാകുന്ന ബിദ്അത്ത്, സുബഹിക്ക് ശേഷമുള്ള കുനൂത്താകുന്ന ബിദ്അത്ത്, നമസ്കാരത്തിന് ശേഷമുള്ള കൂട്ടപ്രാർത്ഥനയാകുന്ന ബിദ്അത്ത്, സുബഹിക്ക് ശേഷമുള്ള കുനൂത്താകുന്ന ബിദ്അത്ത്, ഒരാൾ വ്യഭിചരിക്കുന്നതിനേക്കാൾ വലിയ തിന്മ. സുബ്ഹാനല്ലാഹ്. ഇത് പറഞ്ഞവൻ കേന്ദ്രമിന്റെ പ്രസിഡന്റ് അല്ല, സെക്രട്ടറി അല്ല. സമൂഹമേ, നിങ്ങൾക്ക് എന്തുകൊണ്ട് മനസ്സിലാകുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തുകൊണ്ട് നിങ്ങൾക്ക് ഇത് മനസ്സിലാകുന്നില്ല? ഒരാൾ വ്യഭിചരിക്കുന്നത് കണ്ടാൽ, മറുഭാഗത്തൊരാൾ നമസ്കാരാനന്തര കൂട്ടുപ്രാർത്ഥന കണ്ടാൽ, പിശാച് ഏറെ സന്തോഷിക്കുക വ്യഭിചരിക്കുന്ന പ്രവൃത്തിയല്ല, ഈ കൂട്ടുപ്രാർത്ഥന നടത്തുന്ന മുസ്ലിയാരെ കൊണ്ടാണ് എന്ന് പറയുന്നത് സുഫിയാനും സൗരിയാണ്. ഈ കൂട്ടുപ്രാർത്ഥന നടത്തുന്ന മുസ്ലിയാരെ കൊണ്ടാണ് എന്ന് പറയുന്നത് സുഫിയാനും സൗരിയാണ്. സഹോദരങ്ങളെ, ഇവിടെയാണ് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്. എന്തിനു വേണ്ടിയാണ് അദ്ദേഹം ഇത് പറഞ്ഞത്? എന്തിനു വേണ്ടിയാണ് പറഞ്ഞത്? ബിദ്അത്തിന്റെ ഗൗരവം മനസ്സിലാക്കാനാണ്. ഇത് ബാലുശ്ശേരി മാത്രം പറഞ്ഞതല്ല. പിന്നെയോ ബിദ്അത്തിന്റെ ഗൗരവം വ്യക്തമാക്കി കൊടുക്കുമ്പോ ബാലുശ്ശേരിയുടെ ശൈലി എന്ന നിലക്ക് അദ്ദേഹം മറ്റൊരു ഹറാമ് ചെയ്യുന്നതിനേക്കാൾ ഗൗരവമാണ് ബിദ്അത്ത് എന്ന് വാദിക്കുന്ന സുഫിയാനി സൗരിയെ പോലെയുള്ള പണ്ഡിതന്മാരുടെ മഹത്തുക്കളുടെ വാക്കുകൾ എടുത്തുദ്ധരിക്കുമ്പോ ബാലുശ്ശേരിയുടെ ശൈലി എന്ന നിലക്ക് ഹറാമ് എന്ന് പറഞ്ഞ പദത്തിന് ഏതെങ്കിലും ഒരു ഹറാമിനെ ഉദാഹരിച്ചുകൊണ്ട് പറഞ്ഞു, അത്രേ ഉള്ളൂ. ഹറാമ് ചെയ്യുന്നതിനേക്കാൾ ഗൗരവമായി മാറും ബിദ്അത്ത് ചെയ്യുന്നത്. കാരണം ഹറാമ് ചെയ്ത കള്ളു കുടിച്ചവന് തെറ്റായി പോയി എന്നൊരു തോന്നലുണ്ടാകും, അബദ്ധമായി പോയി എന്നൊരു തോന്നലുണ്ടാകും, മാറണമെന്ന ചിന്തയുണ്ടാകും. ബിദ്അത്ത് ചെയ്യുന്നവനോ ഞാനത് നന്മയാണ് ചെയ്യുന്നത് എന്ന തോന്നലിലാണ് അവൻ മുന്നോട്ട് പോകുന്നത്, ഖൈറാണ് ചെയ്യുന്നത് എന്നൊരു തോന്നലിലാണ് അവൻ മുന്നോട്ട് പോകുന്നത്. അതാണ് അദ്ദേഹം വിശദീകരിച്ചിട്ടുള്ളത്. ഇത് പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാരും പറഞ്ഞിട്ടുണ്ട്. എന്ത്? ബിദ്അത്തിന്റെ ഗൗരവം പഠിപ്പിക്കുകയാണ്. ബാലുശ്ശേരി പറഞ്ഞ ഉപമ തന്നെ പറഞ്ഞിട്ടില്ലെങ്കിലും കാര്യങ്ങൾ അദ്ദേഹം വിശദീകരിച്ചു കൊടുക്കുന്നുണ്ട്. കേട്ടോളൂ. എന്താണ് ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ? ഹിയ മാ സീദ അലാ മാ ശുരിഅ, ശറഇൽ ഉള്ളതിനേക്കാൾ കൂട്ടിയത്, ഔ നുഖ്സ, അല്ലെങ്കിൽ ശറഇൽ ഉള്ളതിൽ ചുരുക്കിയത്, ഔ നുഖ്സ. എപ്പോഴാണ് ഈ ചുരുക്കലും അല്ലെങ്കിൽ ഏറ്റവും നടന്നിട്ടുള്ളത്? ഉത്തമമായ നൂറ്റാണ്ടുകൾ, ഖൈറുൽ ഖുറൂനി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും എന്ന മഹാനായ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങൾ വിശേഷിപ്പിച്ച
ഉത്തമമായ 3 നൂറ്റാണ്ടുകൾ കഴിഞ്ഞ ശേഷം കൂട്ടുകയോ കുറക്കുകയോ ചെയ്തു. എങ്ങനെ? മിൻ ഗൈരി ദലീലിൻ ശർഈ, ശർഈയായ ഒരു രേഖയുടെയും പിമ്പലം കൂടാതെ കൂട്ടാനും കുറക്കാനും രംഗത്ത് വന്ന ആ കക്ഷികളാണ് ബിദ്അത്തിന്റെ ആളുകൾ എന്ന് പറയുന്നത്. അവർ എന്താ റസൂലുള്ളാഹി തങ്ങൾ ആയിഷ ബീവിയോട് പറഞ്ഞത്? ആയിഷ ഇന്നല്ലദീന ഫറഖൂ ദീനഹും വഖാലൂ ശൈഅൻ എന്ന് ഖുർആൻ വിശേഷിപ്പിച്ച കൂട്ടരില്ലേ, അവരാരാണ്? ഹും അസ്ഹാബുൽ ബിദ്അഇ വൽ അഹ്വാ, പുതിയ പ്രസ്ഥാനത്തിന്റെ തോന്നിവാസത്തിന്റെ ആളുകളാണ്. അവരുടെ തോന്നൽ പ്രകാരം അവർ പറയുന്നു. അവർക്ക് രേഖയുടെ പിമ്പലമില്ല, തെളിവിന്റെ പിമ്പലമില്ല. അവർ ആഗ്രഹിച്ചതും അവർ ഉദ്ദേശിച്ചതും അവർക്ക് തോന്നിയതും പറയാൻ അവർക്ക് പ്രയാസമില്ല, നിസ്സങ്കോചവും പറഞ്ഞുകൊണ്ടിരിക്കും. അവരാണ് ബിദ്അഈ കക്ഷികൾ. ലൈസ ലഹും തൗബത്തുൻ, അവർക്കൊരിക്കലും തൗബയില്ല. ലൈസ ലഹും തൗബത്തുൻ, അവർക്കൊരിക്കലും തൗബയില്ല, പാപമോചനമില്ല. എന്താ കാരണം? ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിച്ചു എന്താ തൗബയില്ല എന്ന് പറഞ്ഞാൽ. ഈ കക്ഷികൾ വിദയത്തിൽ നിലകൊള്ളുന്ന കാലത്തോളം അവർക്ക് തൗബ ഉണ്ടാകില്ല. എന്തുകൊണ്ട്? ഫാസിഖീങ്ങളും മുബ്തദീങ്ങളും തമ്മിൽ എവിടെയാണ് വ്യത്യാസപ്പെടുന്നത്? എന്തുകൊണ്ട്? ഫാസിഖീങ്ങളും മുബ്തദീങ്ങളും തമ്മിൽ എവിടെയാണ് വ്യത്യാസപ്പെടുന്നത്? കള്ളുകൂടി മഹാപാപമാണ്. അല്ലാഹു ഹറാമാക്കിയ നഫ്സിനെ കൊല്ലൽ മഹാപാതകമാണ്. വ്യഭിചാരം മഹാപാതകമാണ്, കുറ്റമാണ്. അങ്ങനെയൊക്കെ മഹാകുറ്റങ്ങൾ തന്നെയാണെങ്കിലും ആ കുറ്റങ്ങൾ ചെയ്തവൻ ഇസ്ലാമിന് പുറത്താണ്, കാഫിറാണെന്ന് നാം പറയുന്നില്ല. കള്ളുകൂടി മഹാപാപമാണ്. അല്ലാഹു ഹറാമാക്കിയ നഫ്സിനെ കൊല്ലൽ മഹാപാതകമാണ്. വ്യഭിചാരം മഹാപാതകമാണ്, കുറ്റമാണ്. അങ്ങനെയൊക്കെ മഹാകുറ്റങ്ങൾ തന്നെയാണെങ്കിലും ആ കുറ്റങ്ങൾ ചെയ്തവൻ ഇസ്ലാമിന് പുറത്താണ്, കാഫിറാണെന്ന് നാം പറയുന്നില്ല. അഹ്ലുസ് സുന്നയുടെ വിശ്വാസം അതാണ്. അവരുടെ ഈമാൻ വളരെ ലൈഫാണ്. ശക്തിയുള്ള മുഅ്മിൻ ഒരിക്കലും അത് ചെയ്യില്ല. പക്ഷേ ഇത് ചെയ്തൊരൊറ്റ കാരണം കൊണ്ട് ഇസ്ലാമിന് പുറത്താണെന്ന് അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅ പറയുന്നില്ല. ഏതെങ്കിലും ആവട്ടെ, അഹ്ലുസ് സുന്നയുടെ വിശ്വാസപ്രകാരം അവർ ഇസ്ലാമിന് പുറത്തല്ല. അതുകൊണ്ട് തന്നെ അവരുടെ മനസ്സിൽ പാപമുക്തി നേടാനുള്ള നല്ല മനസ്സൊരു സമയത്ത് വന്നെന്ന് വരാം. കാരണം അവർക്കറിയാം ഞാൻ ചെയ്തത് കുറ്റമാണ്, ഇത് തെറ്റാണ്, പാപമാണ്, അല്ലാഹു പുറത്തു വരുമോ അവർക്കറിയാം. അതുകൊണ്ട് തന്നെ ഒരു വേളയിൽ അവർ പറയും, ഇതാ ഞങ്ങൾ പാപം ചെയ്തു പോയി, ഞങ്ങൾക്കതിൽ നിന്ന് മുക്തി കിട്ടണം. അതുകൊണ്ട് തന്നെ സയ്യിദുമാരെ കാണുമ്പോൾ, ആലിമീങ്ങളെ കാണുമ്പോൾ, സാലിഹീങ്ങളെ കാണുമ്പോൾ ദുആ ചെയ്യാൻ വേണ്ടി പറയും. ഈ സ്വഭാവം മുബ്തദിയിൽ കാണില്ല. കാരണം അവൻ വിശ്വസിക്കുന്നത് അവന്റെ ആശയങ്ങൾ 100% ശരിയാണ്, തെറ്റല്ല എന്ന്. അവന്റെ ആശയങ്ങളൊക്കെ സത്യമായി അവൻ വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് അവർക്ക് തൗബയില്ല. കാരണം തൗബയുടെ ഒന്നാമത്തെ ഷർത്ത് തന്നെ അൽ ഇഖ്റാറു ബിദ്ദംബി, ചെയ്ത പാപം കൊണ്ട് സമ്മതിക്കണം. ഈ സമ്മതം ബിദ്അത്തുകാരിൽ നിന്ന് ഉണ്ടാവുകയില്ല. അതുകൊണ്ട് ആ ബിദ്അത്തിന്റെ ആളുകൾ ഒരിക്കലും തൗബ ഇല്ലാത്തവരാണെന്നും അനമിന്നും ബരിയും, ഞാൻ അവരിൽ നിന്ന് മുക്തനാണ്, വഹും മിന്നീ ബുറാഅ്, അവർ എന്നിൽ നിന്ന് മുക്തന്മാരാണ്, അവരെന്റെ ആളുകളാണെന്ന് പറയണ്ട, എന്റെ ദീനിന്റെ ആളുകളാണെന്ന് പറയണ്ട. അത്രയും ശക്തമായ ഭാഷയിൽ ബിദ്അത്തുകാരെ സംബന്ധിച്ച് മഹാനായ നബി തങ്ങൾ പറഞ്ഞെങ്കിൽ ആ ബിദ്അത്തുകാരുടെ അടയാളമാണ് നാബൽസി പറഞ്ഞത്, ശറഉള്ളതിനേക്കാൾ കൂട്ടുകയോ കുറക്കുകയോ ചെയ്ത കക്ഷികളാണ്. സഹോദരങ്ങളെ, അങ്ങനെ വിശദീകരിച്ചു പോവാണ്. വ്യഭിചാരം ചെയ്തവന്, കള്ളു കുടിച്ചവന്, അങ്ങനെ ചെയ്തവർ നമ്മുടെ ദീനിൽ നിന്ന് പുറത്താണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അതെന്താണ്? പറയാൻ പാടില്ലെന്ന് പറയാനുള്ള കാരണം എന്താണ്? അവർക്ക് കുറ്റബോധമുണ്ടാകും, അവർക്ക് തൗബയുണ്ടാകും. പക്ഷെ ബിദ്അത്ത് ചെയ്തു പോകുന്നവർ അങ്ങനെയല്ല, അവർക്ക് തൗബയില്ല. പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാരാ പറയുന്നത് അവർക്ക് തൗബയില്ല. കാരണം അവർ തെറ്റാണെന്ന് വിചാരിച്ച് ചെയ്യുകയല്ല. പിന്നെ ചർച്ച ചെയ്യേണ്ടത് എന്താ? കൂട്ടുപ്രാർത്ഥന, നമസ്കാര ശേഷമുള്ള കൂട്ടുപ്രാർത്ഥന ബിദ്അത്താണോ അല്ലേ എന്നാണ്. അതല്ലെങ്കിൽ അല്ല എന്ന് പറയണം. അപ്പൊ നമുക്ക് വേറെ വിശദീകരിക്കാം. നമസ്കാര ശേഷമുള്ള കൂട്ടുപ്രാർത്ഥന ബിദ്അത്താണോ അല്ലേ എന്നത് സുഹൈൽ മുസ്ലിയാർ പറയട്ടെ. അപ്പോ
ഇതിന്റെ ഗൗരവം നമുക്ക് ബോധ്യപ്പെടുത്താം. എങ്ങനെ പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ പറയുന്നത് ഏതുപോലെയാണ്? വ്യഭിചരിച്ചു പോയവൻ, കള്ളുകുടിച്ചു പോയവർ